ഓൾമോസ്റ്റ് സ്ട്രെസ് ടച്ചസ് എവ്രിവൺ. സ്കൂളിൽ പോകുന്ന കുട്ടികൾ തുടങ്ങി പ്രായഭേദമന്യേ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. ഈ സ്ട്രെസ് ഉണ്ടാവാൻ പ്രധാനമായും 2 കാരണങ്ങൾ. അതിലൊന്ന് പാസ്റ്റ് റിലേറ്റഡ് പ്രോബ്ലംസ്, അതായത് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സങ്കടവും വേദനയും വിഷമവും വെറുപ്പും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുന്ന ഇമോഷൻസ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ റിഫ്ലക്റ്റ് ആവും. നടുവേദനയായിട്ടും കാലുവേദനയായിട്ടും മുട്ടുവേദനയായിട്ടും ഷോൾഡറിന് വേദനയായിട്ടും അങ്ങനെ തന്മൂലം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയും, ഉറക്കമില്ലായ്മ, എപ്പോഴും ബോഡി ടയർഡ്നെസ് ആയിട്ട് ഫീൽ ചെയ്യും, ടെൻഷനായിട്ട് ഹെഡേക്ക് ഉണ്ടാവും, ഹോർമോണൽ ഇംബാലൻസ് വരും, ശരീരത്ത് നമുക്ക് ജീവിതത്തോട് തന്നെ ഒരു വെറുപ്പ് തോന്നും, വിരക്തി തോന്നും. അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ടീനേജ് തുടങ്ങി മെനോപോസ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു 70% പ്രോബ്ലംസും ഉണ്ടാവുന്നതിന് കാരണം ഹോർമോണൽ ഇഷ്യൂസ് ആണ്. ഫ്രം ഫസ്റ്റ് പീരീഡ് ടു മെനോപോസ്, ഹോർമോൺസ് ഗൈഡ് അവർ ജേർണി. ടീനേജിൽ പെയിൻഫുൾ പീരീഡ്സ് ഓർ ഇറഗുലർ പീരീഡ്സ്, ആഫ്റ്റർ മാരേജ്, പ്രഗ്നൻസി ഓർ ഇൻഫെർട്ടിലിറ്റി. ഒരു 30+ ഒക്കെ ആകുമ്പോൾ കൂടെ വെയിറ്റ് കൂടുന്നു, കുറയുന്നു, മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു, നമുക്ക് ഭയങ്കര ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകുന്നു. ഒരു 40+ ആകുമ്പോൾ പെരിമെനോപോസ്, മെനോപോസ്, അങ്ങനെ നല്ലൊരു ശതമാനം പ്രോബ്ലംസും ഉണ്ടാകുന്നത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ യോഗ പ്രോപ്പറായി ലേൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഹോർമോൺസ് ബാലൻസ്ഡ് ആവും, ഇമോഷൻസ് ബാലൻസ്ഡ് ആവും, ലൈഫ് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാനും ലൈഫ് പ്ലസന്റ് ആവാനും സാധിക്കും. ദ ബോഡി സ്പീക്സ് വാട്ട് ദ മൈൻഡ് സപ്രസസ്. ഇങ്ങനെ ഈ സ്റ്റോർ ആയി കിടക്കുന്ന ഇമോഷൻസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് മൈൻഡ്ഫുൾനെസ് വർക്ക്ഷോപ്പ്.